ഞാൻ 12 വീക്ക് ചലഞ്ചിന്റെ വീഡിയോ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ കരുതി അതെന്തൊക്കെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. കുറെ ഡൗട്ട്സ് ആണ് കൂടുതൽ ആൾക്കാർക്ക് പിന്നെ ജോയിൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാന്ന് കരുതിയാണ് ഞങ്ങൾ ഇടിക്കുന്നത്. ലൈക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇവർ ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കുറച്ച് ആൻസർ നിങ്ങളിത് അവസാനം വരെ കണ്ടാൽ എനിക്ക് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് 12 വീക്ക് ചാലഞ്ച് കൊണ്ട് ടിബി ഉദ്ദേശിക്കുന്നത്? ഞാൻ 2024 ഒരു ചലഞ്ച് ചെയ്തിരുന്നു, ബോക്സ് ബേൺ നടത്തിയത്. ഞാനൊരു 12 വീക്ക് കൊണ്ട് ഒരു 68 kg അറൗണ്ട് ഒരു 58 kg ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ലൈക്ക് അതൊരു ഇഞ്ചുറി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഫാറ്റൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് വലുതായിരിക്കുന്ന സമയത്താണ് ഞാനത് കണ്ടത്. ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു, ഞാനത് ചെയ്തു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അടുത്തൊരു ഇഞ്ചുറി കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു ആ സെയിം ചലഞ്ച് തന്നെ ഒന്നുകൂടെ എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പൊ ഇത് ആൾക്കാരിലോട്ട് എത്തിച്ചുകൂടാ, ഇത് എത്ര ഈസിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തുകൂടാന്ന് വിചാരിച്ചു. അതാണ് ബേസിക് ആയിട്ട് ഞാൻ ഈ 12 വീക്ക് ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് 12 വീക്സ്? 12 വീക്സ് അതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഒരു 3 മന്ത്, 12 വീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 മന്ത്. ഓരോ മന്തിലും നമ്മൾ ഒരു വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്ത്, നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത്, നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങി, അത് നെക്സ്റ്റ് മന്ത് വരുമ്പോൾ നമ്മൾ ഒരാൾ ട്രാക്ക് ചെയ്യാനാണെങ്കിൽ എപ്പോഴും ബെറ്ററാണ്. എന്നെ ട്രാക്ക് ചെയ്തിരുന്ന എബി ആയിരുന്നു ആ 12 വീക്ക് ടൈമിൽ. അപ്പോൾ എബി എനിക്ക് നെക്സ്റ്റ് മന്ത് വരുമ്പോൾ വർക്കൗട്ട് ചേഞ്ച് ചെയ്ത് തരും, ഡയറ്റ് ചേഞ്ച് ചെയ്ത് തരും, പിന്നെ ലൈക്ക് കാർഡിയോ എന്തെങ്കിലും ആഡ് ചെയ്ത് തരും, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ലൈക്ക് ആൾക്കാർക്ക് ഇത് എന്തുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ചെയ്ത കാര്യം ആൾക്കാർ ഭയങ്കര പാടാണെന്ന് വരുന്ന കാര്യം അവർക്കുള്ള എത്തിക്കില്ല. അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ആവശ്യം. എന്ത് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് ടിബി ഉദ്ദേശിക്കുന്നത്? ടിബിയുടെ വേർഡ്സിൽ അതൊന്ന് ഡിഫൈൻ ചെയ്യാം. ഞാൻ ഭയങ്കരമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെയിറ്റ് ലോസോ ഒരു വെയിറ്റ് ഗെയിനോ ഒന്നുമല്ല. നമ്മൊരു ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ്. ലൈക്ക് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കലോറിന്ന് കൂടുതൽ കഴിച്ചാൽ നിങ്ങൾ ഗെയിൻ ചെയ്യും. നിങ്ങൾക്ക് അത് തന്നെ ലൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കലോറിന്ന് താഴെ പോയാൽ നിങ്ങൾ ലൂസ് ചെയ്യും. പക്ഷെ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. പക്ഷെ നിങ്ങളതൊരു പ്രോപ്പറായിട്ട് പ്രോട്ടീൻ, കാലറി, ഫാറ്റ്, കാർബ് ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിരിക്കുള്ളൂ. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യണത് ഒന്ന് എനർജറ്റിക്. നമ്മൾ പിന്നെ ഭയങ്കര എന്താ പറയാ, നമുക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ്, ആ ഒരു സാധനം കൂടും. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ, അത് വേറൊരാളുടെ ഗൈഡൻസ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഫസ്റ്റ് ടിപ്പ് പ്ലാൻ ചെയ്യുന്ന ലൈക്ക് സെലക്ട് 5 പീപ്പിൾ, അത് കഴിഞ്ഞിട്ട് അവരെ വെച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് എൻക്വയറീസ് വന്നതുകൊണ്ട് ഇതിപ്പോ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അങ്ങനെ ആക്കിയല്ലോ. സോ നമുക്ക് എങ്ങനെ ഇത്രയും പേരെ ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു പ്ലാൻ ഫുൾ മോണിറ്റർ ചെയ്ത് അതെങ്ങനെ ചെയ്യാൻ പറ്റുക? എൻ്റെ പ്ലാൻ വളരെ ചെറുതായിരുന്നു. ലൈക്ക് ഒരു റീല് ക്രിയേറ്റ് ചെയ്യുക, അത് ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക, ഓൺലൈനായിട്ട് വെറും 5 പേരെ സെലക്ട് ചെയ്യുക, അവരെ വെച്ചൊരു ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ ഞാൻ ആ റീല് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 400 കൂടുതൽ എൻക്വയറി വന്നു, മെസ്സേജ് വന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഇത്ര ആൾക്കാർ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഇത്രയും പേർക്ക് ചെയ്യലും പോസിബിൾ അല്ല. കാരണം ഞാൻ ചെയ്തത് വേറെ ഒരു ലോഡ് ആളുകൾക്കോട്ട് ഒറ്റയടിക്ക് എനിക്ക് എത്തിക്കാൻ പറ്റില്ല. ഒരു 5 പേര് സെലക്ട് ചെയ്യുക, അവരിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തുക, അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് എന്ത് ചേഞ്ച് വരുത്തിയെന്ന് ആൾക്കാരിലോട്ട് എത്തിക്കുക. ദെൻ നമുക്കൊരു കൂടുതൽ ആൾക്കാർ വെച്ച് കൂടുതൽ വേറെ രീതിയിൽ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ഞാൻ ആദ്യം വെറും 5 പേര് ഉദ്ദേശിച്ചപ്പോൾ ഒരു ലോഡ് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി അതിനകത്തുനിന്നൊരു 5 ലേഡീസ്, 5 ജെൻസ്. ഇതാണ് ഞാൻ ഓൺലൈൻ ഉദ്ദേശിക്കുന്നത്. ഓഫ്ലൈൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാക്കനാട് ബോക്സ് ബേണിൽ അവൈലബിൾ ആണ് മോർണിംഗ്. നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓൺലൈൻ ട്രെയിനിങ്ങിൽ ടിബി ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് എത്ര പോസിബിൾ ആണ്? ഓക്കെ, ഞാൻ ട്രെയിനർ CB എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പോസിബിൾ എന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ചെയ്യേണ്ട വർക്കൗട്ട്സ് എന്താണ്. നമ്മൾ നോർമലി ചെയ്യുന്നത് നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ നോട്ട് പാഡിൽ എഴുതി വെക്കുക. പക്ഷേ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്ലയൻസിന് കുറച്ച് വർക്കൗട്ട്സ് അസൈൻ ചെയ്യും. അതൊരു പ്രോപ്പർ വേയിലായിരിക്കുള്ളൂ. കാരണം എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അത് എത്ര വെയിറ്റ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചായിരിക്കുള്ളൂ അവരുടെ
ലൈക്ക് റെസ്റ്റിംഗ് ടൈം അത് തന്നെ നമുക്ക് ആപ്പിൽ നോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 10 കിലോ കൊണ്ട് 10 റെപ്പിറ്റേഷൻ അടിച്ചാൽ ടോട്ടൽ വോളിയം 100ആയി. അത് തന്നെ 4 സെറ്റ് അടിച്ചാൽ 400ആയി. നമ്മൾ ഒരു ദിവസം വർക്കൗട്ട് ട്രാക്കായി. അതുപോലെ ഫുൾ ഡേ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ആ ദിവസം എത്ര വോളിയം യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര നേരം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് ഡേ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഡേ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് ഓട്ടോമാറ്റിക്കലി ഒരു മെയിൽ വരും, എൻ്റെ ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ക്ലയൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനോടൊപ്പം തന്നെ ആപ്പിൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു 4 ഫോട്ടോസ് ആഡ് ചെയ്യണം, നമ്മുടെ ബോഡി മെഷർമെന്റ്സ്. നെക്സ്റ്റ് മന്ത് നമ്മൾ ചിലവർക്ക് ഒറ്റയടിക്ക് ട്രാൻസ്ഫോർമേഷൻ ആയി നമുക്ക് തോന്നില്ല, കാരണം നമ്മുടെ ബോഡി നമ്മൾ ഡെയിലി കാണുമ്പോൾ വലിയ ചേഞ്ച് ഇല്ല എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് കാണുന്നതാണെങ്കിൽ അവർക്ക് ആ ചേഞ്ച് മനസ്സിലാവും. അപ്പം നമുക്ക് ഇഞ്ച് ലോസ് ഉണ്ടാവും, നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ ചേഞ്ചസ് ഉണ്ടാവും, നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോ നമ്മൾ വീണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തോരം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ 3 മാസം ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും നമ്മൾ ഇടുന്ന ഡ്രസ്സും നമ്മൾ കാണുന്ന ഫോട്ടോസും നമ്മുടെ ഇഞ്ച് ലോസും നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അത് ഡിപ്പെൻസ്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ, വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ചേഞ്ച് ഉണ്ടായി, ലൈക്ക് ടി ബി തന്നെ ട്രെയിൻ ചെയ്ത ആർക്കെങ്കിലും ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലെ ചേഞ്ച് ആയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഈ ആപ്പിനെ പറ്റി ഈസി ആയിട്ട് പറയാം. ഇത് ട്രെയിനർ CB എന്ന് പറയുന്ന ആപ്പിൻ്റെ പേര്. ഇത് നമുക്ക് ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്നാലും ആപ്പ് സ്റ്റോറിൽ നിന്നാലും. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു ട്രെയിനർക്ക് ഒരു ട്രെയിനർ അസൈൻ ചെയ്ത് കിട്ടിയാലേ ആ ട്രെയിനർക്ക് ക്ലയൻറ്റിന് വർക്കൗട്ട് ഇട്ട് കൊടുക്കാനും ഡയറ്റ് ഇട്ട് കൊടുക്കാനും സാധിക്കുള്ളൂ. അത് നമുക്ക് ഈ ആപ്പിൽ തന്നെ പോസിബിൾ ആണ്. ഇത് വെച്ച് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് അറൗണ്ട് ഒരു 3-4 മന്ത് ആയിട്ടുള്ളൂ. ഞാനിത് ബാങ്കിലോട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇത് യൂസ് ചെയ്യുന്ന ഒരാളുകളുണ്ട്, ഞാൻ പുള്ളിക്കാരൻ്റെ പേജ് ഞാൻ ടാഗ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കാം. എനിക്ക് ആ പേജ് കയറി വിസിറ്റ് ചെയ്ത് നോക്കാം. കാരണം ആ ആപ്പ് എത്രത്തോളം ആൾക്കാരിൽ ലൈക്ക് ഇന്ത്യയിൽ ഇത് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിലും പുറത്ത് അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നിങ്ങൾക്ക് കയറി വിസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഡയറ്റ് ആണ്. എല്ലാത്തിൻ്റെയും മെയിൻ സാധനം ഡയറ്റ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡയറ്റ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യണേ? ഓക്കെ, ലൈക്ക് മെയിനായിട്ട് ഞാൻ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ നമ്മൾ ബേസിക് ആയിട്ട് മേടിക്കുന്നത് അവരുടെ വെയിറ്റ്, ഹൈറ്റ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ചിലവർ വെയിറ്റ് ലോസ് ആയിരിക്കുള്ളൂ, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കുള്ളൂ, ചിലവർ കുറച്ചുകൂടി മസിൽസ് ബിൽഡ് ചെയ്യാനായിരിക്കുള്ളൂ. നമ്മൾ അവരോട് സംസാരിച്ചിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, കാരണം ചിലവർക്ക് ചില ഫുഡുകൾ പറ്റില്ല, നമ്മൾ അവർക്ക് ഒരു ഡയറ്റ് സെറ്റ് ചെയ്യും. 1 വീക്കിലോട്ടായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അതിനകത്ത് എന്തായാലും ഒരു മൈന്യൂട്ട് ചേഞ്ചസ് വരുത്താനുണ്ടാവും. ആ 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വിളിച്ച് അവരോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അടുത്ത ഡയറ്റിലോട്ട് പോകും. അതിനു വേണ്ടി എനിക്കൊരു പ്രോപ്പർ ഒരാളുണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ പിന്നെ വേറെ കാര്യം ചെയ്യാൻ പോകുന്നത്, വേറെ എന്തൊക്കെയാ ഇതിനകത്ത് ടിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ആപ്പ് ത്രൂ മാത്രമല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, 5 പേര് മാത്രം. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ബോള്, അതോടൊപ്പം അവർ ചെയ്യേണ്ടത് അവർ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തോ, എത്ര മണിക്കാണ് കംപ്ലീറ്റ് ചെയ്തത്, പിന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. ലഞ്ചും ഡിന്നറും അതുപോലെ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യേണ്ട ഉദ്ദേശിക്കുന്നത്, ഒന്ന് എനിക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും അവർ കഴിച്ചെന്ന്, കംപ്ലീറ്റ് ചെയ്തെന്ന്. വേറൊന്ന്, ബാക്കിയുള്ള 4 പേരും കാണുമ്പോൾ ഓരോരുത്തരിടുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ആളിടുന്നു. പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. കാരണം ബേസിക് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. ഒരു 3 മന്തിൽ ഇത്ര ലൈക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്ലയൻസിനെ എടുത്തിട്ട് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കൂടുതൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കൺഫേം ചെയ്തിട്ട് ഒരു ലോഡ് ആൾക്കാരില്ലെങ്കിൽ ലൈക്ക് ഒരു നമ്പർ ഓഫ് ആൾക്കാരെ ചേഞ്ച് ചെയ്യുള്ളൂ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കാര്യമില്ല. ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരിലോട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പേഴ്സണൽ ട്രെയിനിങ് നമ്മൾ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോ UK വരുന്നത്, അവിടെ നമ്മളൊരു പെർ സെഷൻ ലൈക്ക് ഒരു മന്ത് വരുമ്പോഴേക്കും നമുക്കൊരു 300 pounds, അതായത് നാട്ടിലത്തെ ഒരു 36,000 രൂപയെങ്കിലും നമ്മളൊരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കണമെങ്കിൽ വരും. അപ്പോൾ ടിബി ഇതില് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? ഇതിന്റെ ചാർജസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ലൈക്ക് 36,000 എന്ന് പറയുമ്പോൾ ലൈക്ക് ഇന്ത്യൻസിന് അത് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഞാനിത് ഓൺലൈനാണ്, പക്ഷെ ഒരു ട്രാക്ക് ചെയ്യും. ഞാൻ ചാർജ് ചെയ്യുന്ന അറൗണ്ട് ഒരു 8,000 rupees ആണ് പെർ പേഴ്സൺ. ഓക്കെ,
ഒരു നിങ്ങൾക്കാണെങ്കിൽ എത്ര സെഷൻ? 16 സെഷൻ. വൺസ് ഇൻ എ മന്ത് ഒക്കെ അല്ല വൺസ് ഇൻ എ വീക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ലൈക്ക് മാക്സിമം ഇപ്പൊ നമുക്ക് ഒരു സെഷൻ എടുക്കാനാണെങ്കിൽ ഒരു ഡേയിൽ നമുക്ക് ഒരു സെഷൻ എടുക്കാനാണെങ്കിൽ ഒരു 30 to 50 pounds പെർ ഡേ. ഒരു സെഷൻ 1 hour അല്ലെങ്കിൽ 1.5 hour. അതായത് നാട്ടിലത്തെ ഒരു 5000 രൂപയ്ക്ക് ഒരു സെഷന് തരും. ഓക്കെ, ഞാൻ ലൈക്ക് നമ്മുടെ ഇന്ത്യൻ എമൗണ്ട് അനുസരിച്ച് ലൈക്ക് ഇന്ത്യൻ മണി അനുസരിച്ച് ഒരു 8000 rupees ആണ് പെർ മന്ത് ചാർജ് ചെയ്യാൻ പോകുന്നത്. പെർ മന്തിൽ ഇതിനകത്ത് 30 സെഷൻസ് ഉണ്ടാവും. ലൈക്ക് 30 സെഷൻസ് ഇൻ ദ സെൻസ് നമുക്ക് വീക്കിലി 5 days ഓർ 3 days വർക്കൗട്ട് ചെയ്യാം. മാക്സിമം നമുക്ക് 6 days ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. 3 days ചെയ്യാം, ഒരു ദിവസം റെസ്റ്റ് എടുക്കാം, എങ്കിൽ നെക്സ്റ്റ് 3 days ചെയ്യാം, ഇല്ലെങ്കിൽ വീക്കിലി 2 days റെസ്റ്റ് എടുക്കാം. പോസിബിൾ ആണ്. നിങ്ങൾ ഏത് വർക്കൗട്ടാണോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത വർക്കൗട്ട് ആയിരിക്കുള്ളൂ വരുന്നത്. ഈവൻ ഞാനിപ്പോൾ ചെസ്റ്റ് ഡേ ഫിനിഷ് ചെയ്തു, അപ്പോൾ നെക്സ്റ്റ് ഡേ ബാക്ക് ഡേ ആണ്. ഞാൻ ബാക്ക് ഡേ ഒന്ന് റെസ്റ്റ് എടുത്തു വെച്ചോ, പക്ഷെ അന്ന് റെസ്റ്റ് എടുത്താലും നെക്സ്റ്റ് ഡേ വരുമ്പോൾ ബാക്ക് ഡേ തന്നെ വരുള്ളൂ. അത് എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്നാപ്പിൽ നമുക്ക് സ്ട്രീക്ക് ഇല്ലേ, അതുപോലെ ഇതിനകത്ത് നമ്മൾ മന്തിലെ കലണ്ടർ എടുത്താൽ ഏതൊക്കെ ദിവസങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഏത് ദിവസങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല, അത് എനിക്കും വിസിബിൾ ആണ്, നിങ്ങൾക്ക് വിസിബിൾ ആണ്. നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കുള്ളൂ. നിങ്ങളെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും ഞാൻ ഇന്ന ദിവസങ്ങൾ വർക്കൗട്ട് ചെയ്തു. അത് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് ട്രാക്കിംഗ് മെത്തേഡ്. ഓക്കെ, അതുകൊണ്ട് എന്തായാലും റിസൾട്ട് ഷുവർ ആണ്. പക്ഷേ കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതും മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നുള്ളതിലുപരി അത് കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളതിലാണ് കാര്യം. അതായത് ടിബി ഈ 12 വീക്സും എവറി ഡേ മോണിറ്റർ ചെയ്യും. അതായത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേയ്സിൽ നമുക്ക് ജിമ്മിൽ പോവാ, വർക്കൗട്ട് ചെയ്യാം. നമ്മളെങ്ങനെയാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ല. അതായത് ടിബിനെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക എവറി ഡേ. ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് ഒരു നമ്മൾ റെസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാനാണെങ്കിലും നമ്മൾ പക്ഷെ ടിബി അത് മോണിറ്റർ ചെയ്യും. ഫുഡിന്റെ ആയാലും എല്ലാ കാര്യങ്ങളും. ചിലവർക്ക് ലൈക്ക് പുറത്തുള്ള ക്ലയൻസ് ആണെങ്കിൽ എപ്പോഴും അവർക്ക് ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ വർക്കൗട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈമിലായിരിക്കുള്ളൂ. പക്ഷെ ആ ഡിഫറെന്റ് ടൈം എപ്പോഴായാലും നമുക്ക് ഈ ഫോണിന് ഓപ്പൺ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ എനിക്ക് പ്രോപ്പർ അപ്ഡേറ്റ് തന്നാൽ മതി. ഞാൻ ബാക്ക് ടു ബാക്ക് മെസ്സേജ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവരും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും. അതാണ് ഞാൻ ഈ ബേസിക് ആയിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപ്പ് ത്രൂ നമ്മൾ വർക്കൗട്ടും അവരുടെ കാര്യങ്ങളും ലൈക്ക് ട്രാക്ക് ചെയ്യും. ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ലൈക്ക് എല്ലാ ദിവസവും നിങ്ങൾ എനർജറ്റിക് ആണോ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ട്രാക്ക് ചെയ്യും. കാരണം അങ്ങാടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കാരണം ഓൾറെഡി കുറേ മെസ്സേജും കോളും വന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.